സ്കാനിംഗ് റൂമിൽ ഉണ്ടായിട്ടുള്ള ഈ പൊട്ടിത്തെറിയെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരേണ്ട കാര്യമാണ്. നമ്മളതിൻ്റെ അകത്ത് കാണേണ്ടത് എന്തുകൊണ്ട് സംഭവിച്ചത്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജാണ്. അതെല്ലാം അന്വേഷണത്തിലൂടെ കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ മാത്രമേ കൃത്യമായി പറയാൻ സാധിക്കൂ. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഈ ഇന്നലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ള പാനിക് ഭയങ്കരമാണ്. കാരണം അവിടെയുള്ള രോഗികളെ പോലും മാറ്റുന്ന കാര്യത്തിൽ ഉണ്ടായ ഒരു പ്രയാസം എല്ലാവരും പറയുന്നുണ്ട്. കാരണം പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത രീതിയിലെ വഴി ബ്ലോക്ക്, അതിനു വഴി തന്നെ അവർക്ക് പൊളിച്ചു മാറ്റി പോകേണ്ടി വന്നു. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട സംഗതി, ഇവിടെ ഈ പുറത്തേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ തുടർ ചികിത്സ അത് നിർബന്ധമായും ആലോചിക്കുന്ന വിഷയമാണ്. അതില് മെഡിക്കൽ കോളേജിൽ തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ 4 ഡെത്ത് ഉണ്ടായെന്ന് പറയുന്നു. അവർ ബോഡിയൊക്കെ മോർച്ചറിലുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിൽ കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെയാണ്. എങ്ങനെയാണ് ഇവർ മരിച്ചത്? കാരണം വെന്റിലേറ്ററുള്ള പേഷ്യൻസിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. അപ്പൊ അതൊക്കെ കൃത്യമായി ക്ലാരിഫിക്കേഷൻ ഒഫീഷ്യലായി വരേണ്ടത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നാണ്, മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നാണ്. അത് വന്നേ വരണം ഒന്നും. അതുപോലെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. 1-2 വിഷയവും അല്ല. അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ പലപ്പോഴും അഡ്രസ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതെല്ലാം അഡ്രസ് ചെയ്താൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് PMSSY പ്രോജക്റ്റ് തന്നെ എല്ലാവർക്കും അറിയാം. അത് പൂർത്തിയായിട്ട് ഉൾപ്പെടുന്നതിന്റെ കുറെ കാലമായി ഇനിയും അത് പൂർണ്ണമായി സജ്ജമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഏറ്റവും ഖേദകരമായ കാര്യമാണ്. അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റാണ്. പിന്നെ മെഡിക്കൽ കോളേജിന്റെ അകത്ത് പലപ്പോഴും ഒരു കാണാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയം പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട്. അവിടുത്തെ ചില സ്റ്റാഫുകൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട്. ഇപ്പൊ മലബാറിലെ ജില്ലകളിലെ ആ രോഗികൾക്ക് ആശ്രയിക്കാവുന്ന ഒരു വലിയ സ്ഥാപനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് ഈ ഒരു സംഭവം തീർച്ചയായും എല്ലാവരും കണ്ണു തുറപ്പിക്കാൻ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ അന്വേഷണം നടത്തി കൃത്യമായി ഇതിന്റെ എന്താണ് കാരണം അതുകൂടി പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും മെഡിക്കൽ കോളേജിന്റെ ദൈനംദിന ഭരണം കാര്യക്ഷമതയോടെ കൊണ്ടുപോകാനാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.